ഇവിടെ ഒരു അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. ശ്രീ മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ ഔദ്യോഗികമായി CJP ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച സംഘടനയാണ് SFI. എന്തുകൊണ്ടാണ് ഐക്യദാർഢ്യം? ഇന്ന് ഡൽഹിയിൽ അതിശക്തമായൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ സമരത്തെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുകയും ആ സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിലാണ് SFI ഈ മണിക്കൂറിൽ ഈ ചാനൽ 4-ൽ വന്നിരിക്കുന്നു. അത് ഭയങ്കരം തന്നെ. എന്തുകൊണ്ട് SFI കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, അവരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവാണ് SFIക്കുള്ളത്. ഒന്ന്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മയെയോ സംഘടനയെയോ ഒരു സംഘടന എന്നുള്ള നിലയിൽ എൻഡോസ് ചെയ്യാനോ അംഗീകരിക്കാനോ ആ സംഘടനയെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ കൂടെ ചേർക്കാനോ ഒന്നും തീരുമാനിച്ചുകൊണ്ടല്ല SFI ഇന്ന് ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉയർത്തിയ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളോടുള്ള വിഷയാധിഷ്ഠിതമായ SFIയുടെ ഐക്യദാർഢ്യമാണ് ഇന്നത്തെ സമരത്തിനുള്ള പിന്തുണയിലൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭയങ്കരം തന്നെ. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് ഞാൻ ഒരു തൽക്കാലം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിന്റെ ആയുസ്സെ കാണുന്നുള്ളൂ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഏതൊരു സമരമായിക്കോട്ടെ, കൂട്ടായ്മ ആയിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ നിലപാടുകളോട് നമുക്ക് അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യാം. അതാര് ചെയ്താലും ശരി, ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് വെയിലും മഴയും ഒക്കെ കൊണ്ട്, അതായത് ആ ഹാർഡ് ഫാക്റ്റുകളിൽ കൂടെ, ആ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്ന സാധനം വളരേണ്ടതും മുന്നേറേണ്ടതും. ആഗ്രഹമില്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പമായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന KSUവിന്റെയും SFIയുടെയും ഒക്കെ ആ സംഘടനകൾ ഗ്രൗണ്ടിൽ കൂടെ വളർന്നു വന്ന് പിന്നീട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അതിന്റെ സഹായം എടുക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അതിന്റെ ഒരു അടിസ്ഥാനമല്ല. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം. എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ, വിദ്യാഭ്യാസ സംഘടന ആയിക്കോട്ടെ, യുവജന സംഘടന ആയിക്കോട്ടെ, അവരുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ യഥാർത്ഥ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അവർ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു 10 ദിവസത്തേക്ക് മെറ്റയുടെ സെർവർ ഒന്ന് ഡൗൺ ആയാൽ അന്ന് തീർന്നു. ഇത് അത്രയേ ഉള്ളൂ. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന്, സോഷ്യൽ മീഡിയയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കയ്യിൽ നമുക്കൊരു ഫേസ്ബുക്ക് ഐഡിയും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റ ഐഡിയും ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം കീഴടക്കാൻ കഴിയും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഈ കോക്രോച്ചുകൾക്ക്, ഈ പാർട്ടികൾക്ക് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനുള്ള അതേ അവകാശം ഇവർക്കെതിരെ പ്രതിഷേധിക്കാൻ മറ്റുള്ളവർക്കുമുണ്ട്. ഈ സംഘടനാ സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടൊന്നും ഇവിടെ സംവരണം ചെയ്യപ്പെട്ടതല്ല. ആരോപണങ്ങൾ ഉന്നയിക്കാം, ആ ആരോപണങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഇവർക്ക് പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ ഇവരോട് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ള സംഘടനകളും ഈ നാട്ടിലുണ്ട്. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ. അല്ലാതെ അവർ പ്രതിഷേധിക്കട്ടെ, പക്ഷെ അവരോട് ആരും പ്രതിഷേധിക്കാൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ ജനാധിപത്യ രീതിയല്ലല്ലോ. 100% ഞാൻ യോജിക്കുന്നു. കുറച്ചു നാൾ മുമ്പ് നടന്ന പൗരത്വ വിഷയത്തിൽ നടന്ന സമരം നമ്മൾ കണ്ടതാണ്, കർഷക സമരം കണ്ടതാണ്. ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് രാജ്യത്തിന്റെ രാജ്യവിരുദ്ധ ശക്തികളുടെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കണ്ടതാണ്. പ്രത്യക്ഷത്തിൽ അവരുടെ മുദ്രാവാക്യവും ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്വീകാര്യമെന്ന് തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ സമീപകാലത്തുണ്ട്.
പേടിപ്പിക്കില്ല നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന സമരത്തിനോട് ചിലപ്പം ആ ഇത്തിരി സംശയ ദൃഷ്ടിയോടുകൂടി മറ്റുള്ളവർ ആരെങ്കിലും നോക്കിയെന്നിരിക്കും. അങ്ങനെ നോക്കാനും അങ്ങനെ നിലപാടെടുക്കാനും ഈ നാട്ടിൽ അവകാശമുണ്ടെന്നേ. ഇനി നിങ്ങളുടെ തോന്നിയ അനുവദിക്കാനാവില്ല. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം, അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുത്വ ഭീകരതയാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലപാട് സ്വീകരിക്കാനും അത് മുദ്രാവാക്യം വിളിക്കാനും അതിനെ പ്രക്ഷോഭങ്ങൾ നയിക്കാനും ഇവർക്കുള്ള അതേ സ്വാതന്ത്ര്യം അതിനെതിരെ ശബ്ദിക്കാൻ മറ്റുള്ളവർക്കുമുണ്ട്. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഒരു കാര്യം വളരെ കൃത്യമായി ഫ്ലോറിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? ചാനൽ ചർച്ച വെക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളുകളുടെ പൊസിഷൻ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ പേരിന് നേരെ SFI എന്ന് വെച്ചിട്ടുണ്ട്. KSU പ്രതിനിധിയുടെ പേരിന് നേരെ KSU എന്നാണ്. ആം ആദ്മി പ്രതിനിധിയും ഇവിടെ ഒരു അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. അതിനൊന്നും ഇല്ലേ? അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കല്ല, അദ്ദേഹത്തിന്റെ വാദത്തെ മുൻനിർത്തിയാണ് എന്റെ ചോദ്യം. എന്ത് രാഷ്ട്രീയമാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഇദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു അധിക്ഷേപമായി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊള്ളുക. മോനെ കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും. കൃത്യമായി RSSന്റെ രാഷ്ട്രീയം ശാഖകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന, ഭരണകൂടത്തിനെതിരായ സമരങ്ങളെ രാജ്യദ്രോഹമായി മുദ്രകുത്തുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ ഊട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരല്ല, അവൻ RSSകാരാണ്, സംഘികളാണ്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, ശബ്ദിക്കാനും അവകാശമുണ്ട്. ശബ്ദിക്കുകയാണോ ചെയ്തത്? രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ബജ്രംഗ് ദൾ അടക്കമുള്ള ഈ രാജ്യത്തെ RSSന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ വടിയെടുത്ത് ഈ സമരത്തിന് വന്ന ആളുകളെ തെരുവിൽ ആക്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് അധികാരം? ചില സമയത്തെ തന്റെ പെരുമാറ്റം കാണാൻ തന്തയ്ക്ക് പറക്കാത്തതാണെന്ന് തന്നെ തോന്നും. അത് തോന്നലല്ല, ശരി തന്നെയാണ്. ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ വോട്ടിലൂടെ നൽകിയിട്ടുണ്ട്. അത് വോട്ടിലൂടെ ലഭിച്ചതാണോ EVM അട്ടിമറിയിലൂടെ ലഭിച്ചതാണോ എന്നുള്ള ചർച്ച പോലും നടക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്ക് കയ്യിലുള്ള ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അങ്ങ് അടിച്ചമർത്തി കളയാം എന്നാണോ RSS വിചാരിക്കുന്നത്, BJP വിചാരിക്കുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. അതൊന്നും ഇന്ത്യ രാജ്യത്ത് സാധ്യമല്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന സമരത്തിൽ ആ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച മുഖം അംബേദ്കറുടെ മുഖമാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് ഒരു സ്ഥിതി സമത്വ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആയിട്ടാണ്. എന്ന പോലെയല്ലേ ഭാഷ നിർഗളിക്കുന്ന. അല്ലാതെ ഇന്ത്യ ഒരു പശുരാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല, ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. ഇതെങ്ങനെ RSSന് മനസ്സിലാവാനാണ്? ഇങ്ങനെയൊരു ജന്മം. ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആൻഡമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊടുക്കുകയായിരുന്ന ആചാര്യന്മാർ സ്ഥാപിച്ച RSSകാര് ഇന്ന് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ, മതന്യൂനപക്ഷങ്ങളെ എന്താണ് മതേതരത്വം എന്ന് പഠിപ്പിക്കുക. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ. ഇവിടുത്തെ മാതൃഭൂമി തന്നെ നേരിട്ടാണ് വിളിച്ചത്. അതെ. അല്ലാതെ ഇവിടെ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് RSSന്റെ കാര്യാലയത്തിലേക്കോ അല്ലെങ്കിൽ മാരാർജി ഭവനിലേക്കോ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ വിട്ടുതരണം എന്നല്ല പറഞ്ഞത്. മിസ്റ്റർ സാദിഖ്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു ഒന്നിന് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെന്റ് ചെയ്തല്ല വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെതായ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. പോയി കളിക്കടത്തിന് നിന്റെ തന്ത ഇവിടെ ഇരിക്കുന്ന എന്താണ് ഈ രാഷ്ട്രീയക്കാരുടെ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ.
പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇവരെ BJP എന്നോ RSS എന്നോ ഒക്കെ വിശേഷിപ്പിക്കാന്ന് പറഞ്ഞാൽ RSSോ BJPയോ എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദ്യം കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. എന്ത് എന്റെ അണ്ണാക്കിലെ പിരിവെട്ടിയ അണ്ണാക്കിലെ പിരിവെട്ടിയാന്ന് അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. കിട്ടിയല്ലോ കിട്ടി ഓക്കെ